Hi my dears, welcome to ACS online class. എങ്ങനെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് റെഡി ആയിട്ടിരിക്കുന്നതാണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ബാക്കി ഭാഗം പഠിക്കാം. പേജ് നമ്പർ 95. Okay, fill the chart. Complete the multiplication chart given here. താഴെ തന്നിരിക്കുന്ന മൾട്ടിപ്ലിക്കേഷൻ ചാർട്ട് നമുക്ക് ഫിൽ ചെയ്യണം. ഓക്കെ, അത് എങ്ങനെയാണെന്ന് മിസ് പറഞ്ഞുതരാം. മൾട്ടിപ്ലിക്കേഷൻ ചാർട്ട് ആണെന്ന് പറഞ്ഞു. അതിനർത്ഥം എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ മുകളിലോട്ട് ഹൊറിസോണ്ടൽ ആയിട്ട് 1 തൊട്ട് 12 വരെയുള്ള നമ്പേഴ്സ് ഉണ്ട്. താഴെ തൊട്ട് വെർട്ടിക്കൽ ആയിട്ട് 1 തൊട്ട് 12 വരെയുള്ള നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോ നമ്പേഴ്സും മൾട്ടിപ്ലൈ ചെയ്ത് പോകാം. ഈ ഫസ്റ്റ് ഈ താഴത്തോട്ടുള്ള നമ്പർ 1 സെലക്ട് ചെയ്യാം. 1 into 1 ഉത്തരം എന്താണ്? 1 ആണ്. അതാ മുകളിലുള്ള 1ന് തൊട്ട് താഴത്തുള്ള ആ ബോക്സിലായിട്ട് എഴുതുകയും ഇനി 1 into 2 2 ആണ്. ഇനി 1 into 3 3 ആണ്. ആ 3യുടെ താഴത്തായിട്ട് എഴുതുക. 1 into 4 4 ആണ്. ആ 4ന്റെ താഴത്തായിട്ട് എഴുതുക. 1 into 5 5 1 into 6 6 ആണ്. 1 into 7 7 ആണ്. 1 into 8 8 ആണ്. 1 into 9 9 ആണ്. 1 into 10 10 ആണ്. 1 into 11 11 ആണ്. 1 into 12 12 ആണ്. അപ്പോൾ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഫസ്റ്റ് ചാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. 1ന്റെ ടേബിൾസ് കംപ്ലീറ്റ് ചെയ്തു. ഇനി 2ന്റെ ടേബിൾസിലോട്ട് പോകാം. സെക്കൻഡ് ലൈൻ 2 into 1 2 ആണ്. ആ 2 എന്നുള്ളത് ഈ 1ന് താഴത്ത് 2ന് നേരെയായിട്ട് 2ന് ഹൊറിസോണ്ടൽ ആയിട്ട് 1ന് താഴത്തായിട്ട് എഴുതിക്കുക. 2 into 1 2 ആണ്. 2 into 2 4 ആണ്. 2 into 3 6 എവിടെ എഴുതും? 3യുടെ താഴത്തെ രണ്ടാമത്തെ ലൈനിൽ. ഓക്കെ, ആ 2ന് നേരെയുള്ള മൂന്നാമത്തെ ലൈനിൽ. 3 into 2 2 into 3 6 ആണ്. 2 into 4 8 ആണ്. 2 into 5 10 2 into 6 12 2 into 7 അങ്ങനെ ഓരോ നമ്പേഴ്സും സെലക്ട് ചെയ്ത് മുകളിൽ കാണുന്ന ആ നമ്പേഴ്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് താഴത്തോട്ട് ആൻസർ ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത നമ്പർ സെലക്ട് ചെയ്യുകയാണെങ്കിൽ 3 ആണ്. 3 into 1 3 ഇവിടെ എഴുതുക. 3 into 2 6 3 into 3 9 3 into 4 12 3 into 5 50 3 into 6 18 3 into 7 21 3 into 8 24 3 into 9 27. 3യുടെ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യുക. 4ന്റെ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യുക. 4ന്റെ ടേബിൾസ് മിസ് വായിക്കാം. 4 8 12 12 അവിടെയുണ്ട്. 16 20 24 28 32 36 40 44 48. ആരും തെറ്റാതിരിക്കാനാണ് മിസ് വായിക്കുന്നത്. പിന്നെ 5ന്റെ ചാർട്ട് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യും? 5 10 15 20 25 30 35 40 45 50 55 60. 6 into the 6 12 18 24 30 36 42 48 54 60 66 72. 7ന്റെ tables 7 14 21 28 35 42 49 56 63 70 77 84. അടുത്തത് 8ന്റെ ടേബിൾസ് ആണ്. 8 16 24 32 40 48 56 64 72 80 88 96. 9ന്റെ ടേബിൾസ് 9 18 27 36 45 54 63 72 81 90 99 108. 10 tables 10 20 30 40 50 60 70 80 90 100 110 120. 11ന്റെ ടേബിൾസ് എന്തായിരിക്കും? എല്ലാവർക്കും അറിയാവുന്നതാണ്, മിസ് എന്നാലും വായിക്കുന്നതേ ഉള്ളൂ. 11 12 11 22 33 44 55 66 77 88 99 110 121 132. 12ന്റെ ടേബിൾസ് മിസ് വായിക്കാം. 12 24 36 48 60 72 84 96 108 120 132 144. അങ്ങനെ ആ ഒരു മൾട്ടിപ്ലിക്കേഷൻ ചാർട്ട് എല്ലാവരും കംപ്ലീറ്റ് ചെയ്യുക. ഡോക്ടറുടെ മാത്രം മിസ് വായിച്ചത് കേട്ട് എഴുതിയാൽ മതി കേട്ടോ. സ്വന്തമായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ഇനി താഴത്തോട്ടുള്ള നമ്മുടെ കാര്യങ്ങളോട്ട് കിടക്കാം. Look at the green boxes in the chart. These show how can get 12 by multiplying different numbers. ആ 12 എന്ന് കാണുന്ന ആ നമ്പേഴ്സ് എല്ലാം ഒരു ഗ്രീൻ കളർ ബോക്സിലാക്കി കണ്ടോ? ഗ്രീൻ ഷെയ്ഡ് കണ്ടോ 12 എന്ന നമ്പറിന് നേരെ. അപ്പൊ 12ന്റെ ഏതൊക്കെ നമ്പേഴ്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 12 എന്ന നമ്പർ കിട്ടുന്നത്? ഫസ്റ്റ് ലൈൻ നോക്കിയേ, 1 into 12 12 ആണ്. സെക്കൻഡ് ലൈനിലാണെങ്കിൽ 2 into 6 അല്ലെ? ഹൊറിസോണ്ടലായിട്ട് 2ഉം വെർട്ടിക്കലായിട്ട് 6ഉം ഉണ്ട്. അപ്പൊ 2 into 6 12 ആണ്. ഇനിയോ 3 into 4 12 ആണ്.
4 into 3 12 ആണ്, 6 into 2 12 ആണ്, 12 into 1 12 ആണ്. അപ്പോൾ 12 എന്ന ഉത്തരം കിട്ടാൻ വേണ്ടി ഏതൊക്കെ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താലാണ് എന്നുള്ളത് നമുക്ക് എന്താണ് ഈ മൾട്ടിപ്ലിക്കേഷൻ ചാർട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും അല്ലേ. കണ്ടോ 12 കണ്ടോ 4 into 3 6 into 2 1 into 12 ഇനിയുണ്ട് 3 into 4 അതെല്ലാം ഉണ്ട്, 4 into 3 ഉണ്ട്, 3 into 4 ഉണ്ട്, അതെല്ലാം സെയിം തന്നെയാണ്. എന്നിരുന്നാലും മിസ് എക്സ്പ്ലെയിൻ ചെയ്ത് പിന്നെയും പറഞ്ഞേ ഉള്ളൂ. കണ്ടോ 12 is equal to 4 into 3. So 12 is a multiple of both 4 and 3. 4 and 3 യുടെ multiple ആണ് 12 അല്ലേ. 12 is also a multiple of 6 and 2. കണ്ടോ 6 ന്റെയും 2 ന്റെയും ഒരു മൾട്ടിപ്പിൾ ആണ് 6 into 2 അല്ലേ 12 ആണ്. 6 ന്റെയും 2 ന്റെയും മൾട്ടിപ്പിൾ ആണ് 2, മൾട്ടിപ്പിൾ ആണ് 12. And as well as 12 and 1 അല്ല 12 and 1 എന്ന ആ രണ്ട് നമ്പേഴ്സിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നതിന്റെ മൾട്ടിപ്പിൾ ആണ് 12. ഓക്കെ, അപ്പൊ 12ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1 into 12 ഉണ്ട്, 2 into 6 ഉണ്ട്, 3 into 4 ഉണ്ട്, 4 into 3 6 into 2 12 into 1. ഓക്കെ, അപ്പൊ 12 എന്ന നമ്പർ ഉത്തരം കിട്ടുന്ന ഏതൊക്കെ മൾട്ടിപ്പിൾസ് ഏതൊക്കെ പെയർസ് നമുക്ക് കിട്ടും? 1 into 12 ഉണ്ട്, 2 into 6 ഉണ്ട്, 3 into 4 ഉണ്ട്, 4 into 3 ഉണ്ട്, 6 into 2 ഉണ്ട്, 12 into 1 ഉണ്ട്. അപ്പോൾ we say 1 2 3 4 6 12 are factors of 12. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞേക്കുന്ന ആ പെയർസിലുള്ള നമ്പേഴ്സുകളെല്ലാം തന്നെ 12ന്റെ ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, അതെങ്ങനെയാണ്? 1 into 12 12 ആണ്, ഇനിയോ 2 into 6 12 ആണ്, 3 into 4 അല്ലെ, പിന്നെ 4 into 3, പിന്നെ 6 into 2, ഇനിയോ 12 into 1. അപ്പോൾ 12 എന്ന ആൻസർ കിട്ടുന്ന ഏതൊക്കെ പെയർസ് ഉണ്ട്? ഇത്രയും പെയർസ് ഉണ്ട് അല്ലെ. അതിൽ ഏതൊക്കെ നമുക്ക് നമ്പേഴ്സ് സെലക്ട് ചെയ്യാം? 1, 2, 3, 4, 6, 12 അല്ലേ അല്ലെ. ഇത്രയും നമ്പേഴ്സ് അല്ലേ 12 എന്ന ആൻസർ കിട്ടുന്ന ഇത്രയും നമ്പേഴ്സ് അല്ലേ. 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, പിന്നെ 6 ഉണ്ട്, 12 ഉണ്ട്. കണ്ടോ 1 2 3 4 6 12. അപ്പോൾ 12ന്റെ ഫാക്ടേഴ്സ് ആയിട്ട് നമുക്ക് ഏതൊക്കെ നമ്പേഴ്സ് പറയാൻ സാധിക്കും? 1 2 3 4 6 12. നമുക്ക് എളുപ്പത്തിന് ഈ മൾട്ടിപ്ലിക്കേഷൻ ചാർട്ടിൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും അല്ലേ. അങ്ങനെയെങ്കിൽ അടുത്തൊരു ചോദ്യം, what are the factors of 10? 10ന്റെ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത് ഏതൊക്കെ പെയർസ് ആയിരിക്കും? ഒന്ന് മൾട്ടിപ്ലിക്കേഷൻ ചാർട്ട് നോക്കി എല്ലാവരും ഒന്ന് വേഗം പറഞ്ഞേ. 10ന്റെ ഏതൊക്കെയാണ് ഒന്ന് നോക്കിക്കേ. 1 into 10 ഉണ്ട് അല്ലെ. 10 ആൻസർ ആയിട്ട് വരുന്നത് എന്തൊക്കെയാണ്? 1 into 10 ഉണ്ട്. ഇനി എന്തൊക്കെ പറയാം? 2 into 5 ഉണ്ട്, പിന്നെയോ 5 into 2 ഉണ്ട്, പിന്നെ 10 into 1 ഉണ്ട്. ഇത്രയും നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 10 എന്ന ഉത്തരം കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് 10ന്റെ ഫാക്ടേഴ്സ് ആയിട്ടുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1, 2, 5, 10. ഈ 4 നമ്പേഴ്സ് അല്ലേ ഉള്ളൂ. 10ന്റെ ഫാക്ടേഴ്സ് ആയിട്ടുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1 2 5 10. ഓക്കെ, റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട കാര്യം 2 2 പ്രാവശ്യം ഉണ്ട്, 5 2 പ്രാവശ്യം നമ്മൾ എഴുതി. അപ്പൊ റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട, ആ നമ്പേഴ്സ് ഒരു തവണ പറഞ്ഞാൽ മതി അല്ലെ. 1 2 5 10 ഈ 4 നമ്പേഴ്സ് ആണ് 10ന്റെ ഫാക്ടേഴ്സ്. അവിടെ എഴുതിക്കുക എല്ലാവരും 1 2 5 10. Can you do this from the chart? നമുക്ക് ഈ ചാർട്ടിൽ നിന്ന് ചെയ്യാൻ സാധിക്കുമോ ഇത്? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഓഫ് 36? 36ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയായിരിക്കും? നമുക്കൊന്ന് എഴുതി നോക്കാം. എന്തൊക്കെ വരും? പറയാനാണെങ്കിൽ 1 into 36. ഓക്കെ, 2 into എന്ത് പറയാം 18, 3 into 12, 4 into 9, 5 വെച്ചൊന്നുമില്ല, 6 into 6, 7 വെച്ചില്ല, 9 into 4. ഓക്കെ, അപ്പൊ ഇത്രയും നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 36 കിട്ടുന്നത്. അപ്പൊ 36ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെ നമ്പേഴ്സ് ആണ്? 1 2 3 4 6 9 18 6 9 12 18 36. ഓർഡർ അനുസരിച്ച് നമ്പേഴ്സ് എഴുതി പോവാം. ഇൻക്രീസിംഗ് ഓർഡർ തന്നെ എഴുതി പോവാം. ഏതൊക്കെ നമ്പേഴ്സ് വരും? 1 2 3 4 6 9 12 18 36.
അപ്പൊ ഇത്രയും നമ്പേഴ്സ് നമ്മ എഴുതിയപ്പോൾ നമുക്ക് മനസ്സിലായി 36ന്റെ ഫാക്ടേഴ്സ് ഇത്രയും നമ്പേഴ്സ് ആണ് അല്ലേ. 1 2 3 4 6 9 12 18 36. Find out all the factors of 36 from the multiplication chart. ഈ multiplication chart ഉപയോഗിച്ച് നമുക്ക് 36ന്റെ ഫാക്ടേഴ്സ് എല്ലാം കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഈ പറഞ്ഞ പോലെ തന്നെ 36 വരുന്ന ഏതൊക്കെ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 1 into 36, 2 into 18, 3 into 12, 4 into 9, 6 into 6, 9 into 9. അതെന്ത് ചെയ്യണം? നിങ്ങൾ ഒരുപാട് എന്താണ് മൾട്ടിപ്ലിക്കേഷൻ ചാർട്ട് നമുക്കിപ്പോ ടെക്സ്റ്റ് ബുക്കിൽ ഉപയോഗിക്കാം എന്നതേ ഉള്ളൂ. എല്ലാവരും 36 നമ്പേഴ്സിന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് അറിയാൻ എന്ത് ചെയ്യണം? ടേബിൾസ് അത്യാവശ്യമായി കൃത്യമായി ഓർത്തിരിക്കണം. ഈ 36 എവിടെയൊക്കെ വരും എന്ന ഓർമ്മയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ എഴുതി പോകാൻ സാധിക്കത്തുള്ളൂ കേട്ടോ. ഈ മൾട്ടിപ്ലിക്കേഷൻ ചാർട്ട് നമുക്ക് എക്സാംസിൽ ഒന്നും ഉപയോഗിക്കാൻ പറ്റണമെന്നില്ല. നമ്മുടെ ടേബിൾസ് വൃത്തിക്ക് അറിഞ്ഞിരിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, what is the biggest number for which you can find the factors from this chart? ഈ ചാർട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു നമ്പർ ഏതാണ്? ബിഗ്ഗസ്റ്റ് നമ്പർ ഏതാണ് കണ്ടുപിടിക്കാൻ സാധിച്ചത്? What is the biggest number for which you can find the factors from this chart? ഏതൊരു വലിയ ബിഗ്ഗസ്റ്റ് നമ്പറിന്റെ ഫാക്ടേഴ്സ് ആണ് നമുക്ക് ഈ ചാർട്ടിൽ നിന്ന് കണ്ടുപിടിക്കാൻ, ഈ ചാർട്ട് ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ സാധിക്കുന്നത്? ഏറ്റവും അവസാനത്തെ നമ്പർ ഏതാണ്? 144. 144 വരെയുള്ള നമ്പേഴ്സിന്റെ എന്താണ് ഫാക്ടേഴ്സ് നമുക്ക് ഈ ഒരു പേജ് നമ്പർ 95 ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ ചാർട്ടിൽ നിന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. 12 into 12 144 അല്ലേ? അപ്പൊ 144 ആണ് ഈ കൂട്ടത്തിലെ ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് നമ്പർ. അപ്പൊ ആ നമ്പർ വരെയുള്ള അതിന്റെ നമ്പേഴ്സിന്റെ എല്ലാം ഫാക്ടേഴ്സ് നമുക്ക് ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ ചാർട്ടിലൂടെ കണ്ടുപിടിക്കാം. അപ്പൊ ആൻസർ ആയിട്ട് എഴുതിയിട്ട് 144. ഇനി what can you do for the numbers bigger than that? അങ്ങനെയെങ്കിൽ ആ ഒരു 144നെ കാട്ടിയും വലിയൊരു നമ്പറിന്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈ മൾട്ടിപ്ലിക്കേഷൻ ചാർട്ട് ഉപയോഗിക്കാതെ നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കണം? അതാണ് മിസ് നേരത്തെ പറയുന്നത്. മൾട്ടിപ്ലിക്കേഷൻ ചാർട്ട് നമുക്ക് എപ്പോഴും നമുക്കിപ്പോൾ ഒരു സ്കൂൾ യൂസിന് നമുക്ക് പഠിക്കാൻ വേണ്ടി ഒരു റെഫറൻസിന് മാത്രം ഇപ്പോൾ ഈ പഠിക്കുന്ന സമയത്ത് ഉപയോഗിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും ടേബിൾസ് കൃത്യമായി പഠിച്ചിരുന്നാൽ നമുക്ക് ഏതൊരു വലിയ നമ്പേഴ്സിന്റെ എന്താണ് ഡിവിഷനും ടേബിൾസും ഒക്കെ അറിഞ്ഞിരുന്നാൽ ഏതൊരു വലിയ നമ്പേഴ്സിന്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ സാധിക്കും. മിസ് എക്സാമ്പിൾ പറയാം. 150 എന്ന നമ്പർ എക്സാമ്പിൾ പറയാണ്. ഈ 150 എന്ന നമ്പേഴ്സിന്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? 1 into ടേബിൾസ് ഒന്ന് എഴുതി നോക്കാം. 1 into 150 ചെയ്യാൻ പറ്റും. 2 വെച്ച് ചെയ്യാനാണെങ്കിലോ 2 into 75 150 ആണ്. 3 വെച്ചാണെങ്കിലോ 3 into 50 150 ആണ്. 4 വെച്ച് ഒന്നുമില്ല. 4 വെച്ച് 150 ഡിവൈഡ് ചെയ്തപ്പോൾ പോയിന്റ് ആണ് ആൻസർ വരുന്നതില്ല. 5 വെച്ച് ചെയ്യുമ്പോഴോ 5 into 30. ഇനിയോ 6 വെച്ച് പറ്റും? പറ്റും. 6 വെച്ച് ചെയ്യുമ്പോൾ 25 ആൻസർ കിട്ടും. 6 into 25 150 ആണ്. ഇനി 10 into 25 10 into 15 10 into 15 ഇനിയോ 15 into 10. ഈ 150 ആൻസർ വരുന്ന മൾട്ടിപ്ലിക്കേഷൻ പെയർസ് ഇത്രയും ആണ്. 1 into 50, 2 into 75, 3 into 50, 5 into 30, 6 into 25, 10 into 15, 15 into 10. ഇത്രയും നമ്പേഴ്സേ ഉള്ളൂ. 150 ആൻസർ വരുന്ന പെയർസ് മൾട്ടിപ്ലിക്കേഷൻ പെയർസ് ഇത്രയാണ്. അപ്പോൾ ഈ 150 എന്ന നമ്പറിന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എങ്ങനെ എഴുതാം? 1 2 3 5 6 10 15 എഴുതാം 25 30 പിന്നെയോ 75 150. ഓക്കെ, 150 എന്ന നമ്പറിന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെ നമ്പേഴ്സ് ആണ്? 1 2 3 5 6 10 15 25 30 75 150. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾസ് പറയാനാണെങ്കിൽ 180 എന്ന നമ്പേഴ്സ് കണ്ടുപിടിക്കും. 144 വരെയുള്ളത് ഈ മൾട്ടിപ്ലിക്കേഷൻ ചാർട്ടിൽ നിന്ന് കിട്ടും. 144 മുകളിലോട്ടുള്ള നമ്പേഴ്സിനെ എങ്ങനെ കണ്ടുപിടിക്കും എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ അറിഞ്ഞിരിക്കുക, ഡിവിഷൻ അറിഞ്ഞിരിക്കുക, അത് വെച്ച് മാത്രമേ നമുക്ക് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ മിസ് എക്സാമ്പിൾ ആയിട്ട് 150 പറഞ്ഞതാണ്. ഇനി 180 ഒന്ന് പറഞ്ഞു നോക്കാം. ഓക്കെ, 1 into 180 ഇതെന്തൊക്കെ പറയാം?
into 90. 3 വെച്ചിട്ടാണല്ലോ 3 into 60. 4 into 45 180 ആണ്. 4 into 45 180 ആണ്. 5 into 36 180 ആണ്. 6 into 30 180 ആണ്. 9 into 20 180 ആണ്. 10 into 18, 12 into 15, 15 into 12. ഇനി എന്തൊക്കെ എഴുതാം? 18 into 10, 20 into 9, 30 into 6, 45 into 4, 60 into 3, 90 into 2, 180 into 1. ഇത്രയുമാണ് 180 എന്ന നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷൻ പെയർസ്. നമ്മളൊന്ന് ഓർത്തിരിക്കുക, നമുക്ക് തന്നിരിക്കുന്ന ആ നമ്പർ ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ അതിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ, 3 വെച്ച് പറ്റുമോ, 4 വെച്ച് പറ്റുമോ എന്നുള്ള കാര്യം നമ്മളൊന്ന് ജസ്റ്റ് മാത്തമാറ്റിക്കലായിട്ട് ജസ്റ്റ് നമ്മൾ ഒന്ന് ശ്രമിച്ചു നോക്കുക. എന്നിട്ട് മൾട്ടിപ്ലിക്കേഷൻ പെയർസ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഈ 180 എന്ന നമ്പറിന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെ വരും? 1, 2, 3, 4, 5, 6, 9, 12, 15, 18, 20, 30, 45, 60, 180 വരും. ഓക്കെ, ഇത് എക്സാമ്പിൾ ആയിട്ട് ചുമ്മാ ഒന്ന് പറഞ്ഞേ ഉള്ളൂ, അതിന് കൺഫ്യൂഷൻ ആവണ്ട. വലിയ നമ്പേഴ്സിന്റെ ആണെങ്കിൽ നമുക്ക് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ കൃത്യമായി തന്നെ പെട്ടെന്ന് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് എല്ലാം പഠിച്ചിരിക്കും. ഓക്കെ, ഇനി അടുത്ത് കോമൺ ഫാക്ടേഴ്സ്. Write the factors of 25 in the red circle and the factors of 35 in the blue circle. Okay, 25ന്റെയും 35ന്റെയും ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? അത് സർക്കിളിൽ എഴുതുക. നമ്മൾ ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ്. ഓക്കെ, 2 സർക്കിൾസ് ഉണ്ട്. 25ന്റെ ഫാക്ടേഴ്സ് എവിടെ? റെഡ് സർക്കിളിലും 35ന്റെ ഫാക്ടേഴ്സ് ആ ബ്ലൂ സർക്കിളിൽ എഴുതാം. 25ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെ വരും? 1 into 25, 2 ഇല്ല, 3 ഇല്ല, പിന്നെയോ 5 into 5, 25 into 1. അപ്പോൾ 25ന്റെ ഫാക്ടേഴ്സ് ആയ നമ്പർ 1, 5, 25 ആണ്. ഇനി 35ന്റെ ഫാക്ടേഴ്സ് എങ്ങനെയാണ്? 1 into 35, പിന്നെയോ 7 into 5, 5 into 7, പിന്നെയോ 35 into 1. അപ്പോൾ 35ന്റെ ഫാക്ടേഴ്സ് ആയിട്ടുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1, 7, 5, 35. ഓക്കെ, 1, 7, 5, 35. ഇത്രയും നമ്പേഴ്സ് ആണ്. സോറി, 1, 5, 7, 1, 5, 7, 35. ഇത്രയുമാണ് ഫാക്ടേഴ്സ്. അപ്പൊ നമുക്ക് കോമൺ ഫാക്ടേഴ്സ് ഏതൊക്കെ വരും? 1 ഉണ്ട്, 5 ഉണ്ട് അല്ലെ? 1ഉം 5ഉം. ഓക്കെ, നമുക്ക് 1ഉം 5ഉം നടുക്ക് എഴുതി കൊടുക്കാം. ബാക്കിയുള്ള നമ്പേഴ്സ് എല്ലാം 25 മാത്രം റെഡ് സർക്കിളിൽ പുറത്ത് വരും. ഇനിയോ ഇവിടെ 7ഉം 35ഉം മാത്രം വരും. ഓക്കെ, ഇത് കംപ്ലീറ്റ് ചെയ്യാലോ എല്ലാവർക്കും? ഇനി what are the factors you have written in the common part purple of both circles? These are the common factors of 25 and 35. നമ്മൾ നടുക്ക് എഴുതിയിരിക്കുന്ന ഈ ഒരു പർപ്പിൾ ഭാഗത്ത് നമ്മൾ എഴുതിയിരിക്കുന്ന ആ നമ്പേഴ്സ് ആണ് 25ന്റെയും 35ന്റെയും കോമൺ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്ന നമ്പേഴ്സ്. ഓക്കെ, അത് ഏതൊക്കെയാണ്? 1ഉം 5ഉം. അപ്പൊ കോമൺ ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മളിപ്പോ 2 നമ്പേഴ്സിന്റെ ഫാക്ടേഴ്സ് എഴുതി, അത് 2 പേർക്ക് കോമൺ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സ് ആയിട്ടുള്ള നമ്പേഴ്സിനെയാണ് കോമൺ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. 25ന്റെയും 35ന്റെയും ഫാക്ടേഴ്സിൽ 1ഉം 5ഉം ആണ് കോമൺ ഫാക്ടേഴ്സ്. ഓക്കെ, അതോടെ എല്ലാവരും ആ സർക്കിളിനകത്ത് എഴുതുക കേട്ടോ. 1ഉം 5ഉം 25 ആ ഒരു റെഡ് സർക്കിളിനകത്തും, പിന്നെ 7ഉം 35ഉം ആ ബ്ലൂ സർക്കിളിനകത്തും എഴുതുക. Now write the factors of 40 in the red circle and 60 in the blue circle. Okay, നമുക്ക് ഇനി 40ന്റെയും 60ന്റെയും ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം. What are the factors written in the common purple part of the circle? Which is the biggest common factor of 40 and 60? 40ന്റെയും 60ന്റെയും common factors എഴുതണം. എന്നിട്ട് എന്ത് ചെയ്യണം? അതിന്റെ ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് കോമൺ ഫാക്ടർ ഏതാ നമുക്ക് കണ്ടുപിടിക്കാം. എഴുതി വെച്ചിട്ടുണ്ട്. 8, 40, 1, 2, 4, 5, 10, 20, 3, 6, 12, 15, 30, 60. ഇത് 40യുടെ റെഡിലും 60യുടെ ആ ബ്ലൂ സർക്കിളിനകത്തും എഴുതും. ഓക്കെ, ഇങ്ങനെ വരും.
8 ഉം 14 ആ ഒരു റെഡ് ഏരിയയിൽ മാത്രം വരും. 60യുടെ ഫാക്ടേഴ്സ് പറയാനാണെങ്കിൽ 3, 6, 12, 15, 30, 60 ഇത്രയും നമ്പേഴ്സ് ആ ബ്ലൂ പാർട്ടിൽ വരും. ഇനി കോമൺ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1, 2, 4, 5, 10, 20. എല്ലാവരും സ്വന്തമായിട്ട് എഴുതുക കേട്ടോ. ഇപ്പോൾ ഒരു റെഫറൻസിന് വേണ്ടി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഇതുപോലെ കോപ്പി അടിക്കാൻ നിൽക്കാതെ സ്വന്തമായിട്ട് എഴുതി പഠിക്കുക, എന്നാലും നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ കോമൺ ഫാക്ടേഴ്സ് എന്താണെന്ന് മനസ്സിലായി. ഇതിൽ ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് നമ്പർ ഏതാണ്? 20 ആണ് ഈ 40യുടെയും 60യുടെയും വലിയ ബിഗ്ഗസ്റ്റ് കോമൺ ഫാക്ടർ. ഓക്കെ, ഇനി അടുത്ത ഫാക്ടർ ട്രീ. Look at the factor tree. Now can you make another tree like this? ആ ഒരു ഫാക്ടർ ട്രീ കണ്ടില്ലേ? നിങ്ങൾക്ക് ഇതുപോലെ ഫാക്ടർ ട്രീ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കുമെന്നാണ്. 18 എന്ന നമ്പറുടെ ഫാക്ടേഴ്സ് വെച്ചിട്ടുള്ള ഒരു ട്രീ ആണ് 18ന്റെ ഫാക്ടേഴ്സ്. ഓക്കെ, 18ന്റെ ഫാക്ടേഴ്സ് എന്തൊക്കെ വരാം? 18 എന്ന നമ്പറിൽ 1 into 18 വരാം, 2 into 9 വരാം, 3 into 6 വരാം, പിന്നെ 4 വെച്ചിട്ടൊന്നുമില്ല, 5 വെച്ചിട്ടില്ല, 6 വെച്ചിട്ട് 6 into 3. ഇനി വല്ലതും ഉണ്ടോ? ഇല്ല. 7 വെച്ചിട്ടൊന്നുമില്ല, 8 വെച്ചിട്ടില്ല, 9 into 2. ഇനിയോ? ഇനി എന്ത് പറയാം? ഇനി 18 into 1 ഉള്ളു. അപ്പൊ 18ന്റെ ഫാക്ടേഴ്സ് ആയിട്ടുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1, 2, 3, 6, 9, 18. ഓക്കെ, ഇത്രയും നമ്പേഴ്സേ ഉള്ളൂ 18ന്റെ ഫാക്ടേഴ്സ്. അത് വെച്ച് നമുക്കൊരു ഫാക്ടർ ട്രീ മേക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കാണുന്ന ആ രണ്ട് സർക്കിൾസിലുള്ള നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യണം. ടെക്സ്റ്റ് ബുക്കിൽ മുകളിൽ രണ്ടിടത്തും 3 ആണ്. 3 into 3 എന്താണ്? 9 ആണ് അല്ലേ? 9 എന്ന് കിട്ടി. ഈ 9ന്റെ കൂടെ മറ്റൊരു നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി 2 കൊടുത്തു. ഓക്കെ, അപ്പൊ 9 into 2 എന്ത് വരും? 18. കണ്ടോ? അപ്പൊ 18 എന്ന നമ്പറിന്റെ ഒരു ഫാക്ടർ ട്രീ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് അടുത്തൊരു ഫാക്ടർ ട്രീ മേക്ക് ചെയ്യാം. ഓക്കെ, താഴെ നമുക്ക് തന്നിരിക്കുന്ന ക്ലൂ 18 എന്ന് മാത്രമാണ്. രണ്ട് നമ്പേഴ്സിനെ സെലക്ട് ചെയ്യണം. ഓക്കെ, ഇവിടെ ഒരൊറ്റ നമ്പർ മതി. പക്ഷേ ഇവിടെ സെലക്ട് ചെയ്യുന്ന ആ നമ്പറിന് മറ്റ് രണ്ട് ശാഖകൾ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് ഓർത്ത് വേണം നമ്മൾ ഈ ഒരു പെയർ കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ഏതൊക്കെ നമ്പർ സെലക്ട് ചെയ്യാൻ സാധിക്കും? 9 സെലക്ട് ചെയ്യാലോ. 9 into 2 ആക്കാം. 9 2 are 18 അല്ലേ? 9 നമുക്ക് ചെയ്യാൻ സാധിക്കും. 3 into 3 9 അല്ലേ? ഓക്കെ, അങ്ങനെ ചെയ്യാലോ. ഇത് ഒരു എക്സാമ്പിൾ. 18 എന്ന കോമൺ ഫാക്ടർ നിങ്ങൾക്ക് അവിടെ ഫില്ല് ചെയ്യാൻ സാധിക്കുന്ന ഒരു എക്സാമ്പിൾ ആണ്. ഇനി വേറൊരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ എന്താണ്? വേറൊരു പെയർ ഞാൻ സെലക്ട് ചെയ്യാൻ പോവാണ്. 6 into 3. 6 into 3 സെലക്ട് ചെയ്തു. 6 into 3 എന്താണ്? 18 ആണ്. 6നെ എനിക്ക് വേറെ ഇതിൽ എഴുതാലോ. 3 into 2 എന്ന് എഴുതാലോ. കണ്ടോ? എന്നാലും ആ ഒരു ഫാക്ടർ ട്രീ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ നമ്പേഴ്സിന്റെ പെയർസ്, മൾട്ടിപ്പിൾ പെയർസ് എഴുതി നോക്കുക. എന്നിട്ട് അതിനെ കണക്ട് ചെയ്ത് നമുക്ക് മുകളിലോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, ഇനി അടുത്തത്, in how many ways you can draw a factor tree of 24? Draw 3 of them below. ഓക്കെ, അപ്പൊ 24 എന്ന നമ്പറിന്റെ ഫാക്ടേഴ്സ് നമുക്കൊന്ന് മേക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ 24 എന്ന നമ്പർ അതിന്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാം. ഫാക്ടർ മൾട്ടിപ്ലിക്കേഷൻ പെയർസ് ഏതൊക്കെയാണ്? 1 into 24, 2 into 12, ഇനിയോ 3 വെച്ചോ 3 into 8, 4 വെച്ചിട്ടോ 4 into 6. ഇനിയോ വല്ലതും ഉണ്ടോ? ഇനി ഒന്നുമില്ല. ഇനി 5 വെച്ചിട്ടൊന്നുമില്ല. 6 into 4, 8 into 3, 12 into 2, 24 into 1. ഇത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് 24ന്റെ ഒരു ഫാക്ടർ ട്രീ മേക്ക് ചെയ്യാൻ പോവാണേ. താഴത്ത് എനിക്ക് ഇഷ്ടമുള്ള ബ്രാഞ്ചസുകളൊക്കെ എനിക്ക് വരയ്ക്കാം. ഇത് ലിമിറ്റേഷൻസ് ഒന്നുമില്ല. ഇഷ്ടമുള്ള ബ്രാഞ്ചസ് ഒക്കെ വരയ്ക്കാം. 24. അപ്പൊ ഏത് പെയറാ സെലക്ട് ചെയ്യാം? ഞാനിപ്പോ ഒരു 8 3s ആ പെയറിനെ സെലക്ട് ചെയ്യണേ. 8 ഉം 3. ഓക്കെ, ആ ഒരു പെയറിനെ സെലക്ട് ചെയ്തു. 8 3s. ഓക്കെ, ഇനി ആ 8നെ ഞാൻ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യട്ടെ. എങ്ങനെ ആക്കി കൊടുക്കാം? 4
4ഉം 2 ആക്കി കൊടുക്കാമല്ലോ. ഓക്കെ, ഇനി ആ 4നെ ഞാൻ ഒന്ന് സ്പ്ലിറ്റ് ചെയ്താൽ എങ്ങനെ എഴുതാം? 2ഉം 2 ആക്കി കൊടുക്കാമല്ലോ. കണ്ടോ, ഇത് 24ന്റെ ഒരു എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു ഫാക്ടർ ട്രീ ആണ്. ഇഷ്ടപ്പെട്ടോ? നമ്മൾ ഈ മൾട്ടിപ്ലിക്കേഷൻ പെയർസ് എഴുതി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഒരു ഫാക്ടർ ട്രീ മേക്ക് ചെയ്യാൻ സാധിക്കും. എളുപ്പമല്ലേ? ഇനി അതൊരു എക്സാമ്പിൾ ആണ്. ഇനി അടുത്തൊരു എക്സാമ്പിൾ ആണെങ്കിൽ എന്താണ്? 24 ഞാൻ 8 അവസാനം നമുക്ക് കിട്ടേണ്ട നമ്പർ 24 ആയതുകൊണ്ട് 24 ഞാൻ 8 അവസാനം എഴുതി. ഇനി അടുത്തൊരു ചാപ്റ്റർ ഞാൻ 6 into 4 സെലക്ട് ചെയ്യാം. ഇഷ്ടമുള്ള നമ്പർ സെലക്ട് ചെയ്യാം. 6 into 4. 6നെ എങ്ങനെ ആക്കാം? 3 into 2 ആക്കാം. ഇനിയോ 4നെ എങ്ങനെ ആക്കാം? 2 into 2 4 ആക്കി കൂടെ? കണ്ടോ, ഈ രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 4 കിട്ടി, ഈ രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 6 കിട്ടി, ഈ രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 24 കിട്ടി. അപ്പോൾ 24ന്റെ മറ്റൊരു എന്താണ് ഫാക്ടർ ട്രീ ഇതാണ്. ഇനി വേറൊരു എക്സാമ്പിൾ നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി ഇനി ഞാൻ വേറൊരു എക്സാമ്പിൾ കണ്ടുപിടിക്കാം. 24 ഞാൻ വേറൊരു പെയർ സെലക്ട് ചെയ്യാൻ പോകണേ. 12 into 2 അവിടെ 12 ഇവിടെ എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. 12 into 2 24 ആണ്. 24നെ പെയർ ആക്കാം. ഇങ്ങനെ ആക്കാൻ സാധിക്കും. 6 into 2 അങ്ങനെ 3 into 4 ആക്കാം. ഇനിയോ 4നെ മറ്റൊന്നാക്കാതെ എനിക്ക് 2 into 2 ആക്കാം. കണ്ടോ, ഇഷ്ടമുള്ള രീതിയിലൊക്കെ എനിക്ക് ഫാക്ടർ ട്രീ മേക്ക് ചെയ്യാൻ സാധിക്കും അല്ലെ. അപ്പൊ നിങ്ങൾ ഇതല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി ഇതെങ്കിൽ ഇത് അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് മേക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ഒന്ന് 24ന്റെ 3 ഫാക്ടർ ട്രീ കണ്ടുപിടിച്ചിട്ട് അവിടെ ഫിൽ ചെയ്യാം. ഓക്കെ, ഇനി try drawing the factor tree using other numbers also. ഇനി മറ്റ് നമ്പേഴ്സിന്റെ ഫാക്ടർ ട്രീ മേക്ക് ചെയ്യാനാണ് നിങ്ങളോടുള്ള ചോദ്യം. ഓക്കെ, അപ്പൊ മിസ് പറയുന്നു എല്ലാവരും നോട്ട്ബുക്കില് ആ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ട് നമ്പേഴ്സ് ഞാൻ പറഞ്ഞുതരാം. വലിയ നമ്പേഴ്സ് സെലക്ട് ചെയ്യുക. നമുക്ക് ഒരുപാട് ട്രീ മുകളിലോട്ട് ബ്രാഞ്ചസ് ഒരുപാട് മേക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ മിസ് പറയുന്നു 36 48 60. ഓക്കെ, 60. ഇനിയോ 28. ഓക്കെ, ഇത്രയും നമ്പേഴ്സിന്റെ ഫാക്ടർ, ഈ 4 നമ്പേഴ്സിന്റെയും ഫാക്ടർ ട്രീസ് ഓരോന്ന് വീതമെങ്കിലും അറ്റ്ലീസ്റ്റ് മാക്സിമം 2 എണ്ണം, അറ്റ്ലീസ്റ്റ് 2 എണ്ണം വേണം. ഓക്കെ, ഈ 36ന്റെ 2 ഫാക്ടർ ട്രീ മേക്ക് ചെയ്യണം. 48ന്റെ 2 ഫാക്ടർ ട്രീ, 60യുടെ 2 ഫാക്ടർ ട്രീ, 28ന്റെ 2 ഫാക്ടർ ട്രീ. അങ്ങനെ എന്താണ് ഈ 4 നമ്പേഴ്സിന് ടോട്ടൽ 8 അല്ലെ, ടോട്ടൽ 8 ഫാക്ടർ ട്രീസ് വരും. ഓക്കെ, അങ്ങനെ നിങ്ങൾ നോട്ട്ബുക്കിൽ ചെയ്ത് മിസ്സിന് ഹോംവർക്ക് ആയിട്ട് അയച്ചു തരണം. ഈ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിന് കോണ്ടാക്ട് ചെയ്യണം. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നോട്ട്ബുക്കിൽ ചെയ്യാൻ പറഞ്ഞ വർക്ക് നോട്ട്ബുക്കിൽ ചെയ്യുക. ടെക്സ്റ്റ് ബുക്കിൽ ചെയ്യേണ്ടുന്ന വർക്കാണെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ ചെയ്യുക. ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനെ കോണ്ടാക്ട് ചെയ്യുക. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.